ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇൻ ഉരീദു ലിൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം മുഴുവൻ തഖ്വ പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് മഹത്തായ നമ്മുടെ അതിഥി വിശുദ്ധ റമളാൻ നമ്മിലേക്ക് ആഗതമാകാൻ ഇനി അവശേഷിക്കുന്നത്. ഈ അതിഥിയുടെ പ്രത്യേകത ഒരുപാട് നന്മകളുമായി, ഒരുപാട് സവിശേഷതകളുമായിട്ടാണ് റമളാൻ നമ്മിലേക്ക് സമാഗതമാകുന്നത്. ഈ അതിഥിയെ വേണ്ട രൂപത്തിൽ സ്വീകരിക്കാനും ആ മാസത്തിൽ മുഴുവനായി സൽക്കർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു മാസം എന്ന് പറയുന്നത് ജീവിതത്തിലെ അസുലഭമായ ഒരു അവസരമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം അവശേഷിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അലാ ലില്ലാഹി നഫഹാത്ത്. അള്ളാഹുവിന് ചില കാരുണ്യത്തിൻ്റെതായ, അവൻ്റെ വിശുദ്ധിയുടേതായ ചില ഊത്തുണ്ട്, ചില അങ്ങനത്തെ ഒരു ആ വിശുദ്ധി ഇങ്ങനെ പുറത്തേക്ക് വമിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അലാ തഅറളൂ ലിനഫഹാത്തില്ല. നിങ്ങൾ അള്ളാഹുവിൻ്റെ ഈ വിശുദ്ധമായ ആ ഒരു പ്രവാഹത്തിന് നിങ്ങളതിന് വിധേയമാവുക, ആ വിശുദ്ധിയെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമളാൻ വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. അവൻ വളരെ സന്തോഷത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി, എല്ലാവിധ അനുഭൂതികളോടും കൂടി റമളാനിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. കാരണം ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ മായ്ച്ചു കളയുന്നതിന്, ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കുന്നതിന് ഒക്കെ നമ്മെ സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഒരു റമളാനിൽ നമുക്ക് ജീവിച്ചിരിക്കാൻ സാധിക്കുക എന്നുള്ളത്. തൽഹ റളിയല്ലാഹു അൻഹു രണ്ട് മനുഷ്യരുടെ, രണ്ട് സഹാബെ കിറാമിൻ്റെ കഥ പറയുന്നുണ്ട്, സംഭവിച്ച ഒരു സംഗതിയായിട്ട്. അതായത് അവർ രണ്ടുപേരും ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം രണ്ടുപേരും ഷഹാദത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അതിലൊരാൾ ഷഹാദത്ത് വരിച്ചു, അയാളുടെ ആഗ്രഹം പോലെ, അയാൾ പ്രതീക്ഷിച്ചതുപോലെ അയാൾക്ക് ഷഹാദത്ത് ലഭിച്ചു. മറ്റേ ആൾ പിന്നെയും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അയാൾക്കത് ലഭിക്കുന്നത്. പക്ഷേ ആ ഒരു വർഷം അധികം താമസിച്ച ആൾ, അധികം ജീവിച്ചിരുന്ന ആൾ, അയാൾ ഒരു സാധാരണ മരണമാണ് മരിക്കുന്നത്. അങ്ങനെ തൽഹ റളിയല്ലാഹു അൻഹു അവരെക്കുറിച്ച് സ്വപ്നം കാണുകയാണ്. അങ്ങനെ ഒരാൾ, ഈ അവസാനം മരിച്ച ആൾ, ഒരു വർഷം കഴിഞ്ഞ് മരിച്ച ആൾ, ആദ്യം ഷഹാദത്ത് ലഭിച്ച ആളെക്കാളും അയാളെക്കാൾ മുമ്പ് സ്വർഗത്തിൽ പോകുന്നതായിട്ട് അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട്. തൽഹ റളിയല്ലാഹു അൻഹു ഈ വിവരം വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഇങ്ങനെ ഈ രണ്ട് മനുഷ്യരെക്കുറിച്ച് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വപ്നത്തെക്കുറിച്ച് തൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ആ രണ്ടാമത് മരണം വരിച്ച ആൾ ഏതാണ്ട് ഒരു റമളാൻ കൂടി ജീവിക്കാൻ അയാൾക്ക് അസുലഭമായ ഭാഗ്യം ലഭിച്ചല്ലോ. തീർച്ചയായും ആ റമളാനിൽ നോമ്പനുഷ്ഠിച്ചതിൻ്റെയും മറ്റ് ആരാധനാകർമ്മങ്ങൾ അനുഷ്ഠിച്ചതിൻ്റെയും കൂടി സൽക്കർമ്മങ്ങളുടെ ഫലമാണ് അദ്ദേഹത്തിന് സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കാൻ അവസരം ലഭിച്ചത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു റമളാനിൽ നമുക്ക് ജീവിച്ചിരിക്കാൻ ഭാഗ്യം സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കുക എന്നതിൻ്റെ അർത്ഥം നമുക്ക് അള്ളാഹുവിലേക്ക്, അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള കാരണങ്ങൾ കൂടുതലായി വരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ റമളാനിനെ പരിപൂർണമായും നമുക്ക് ഒരു പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഏതെങ്കിലും അർത്ഥത്തിൽ വിശപ്പ്, പട്ടിണി, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ആലോചനയല്ല നമ്മൾ റമളാനിനെ സ്വീകരിക്കേണ്ടത്. മറിച്ച് അത് അള്ളാഹുവിനോടുള്ള അനുസരണത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു ഉദാഹരണമായിട്ട്, സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന നോമ്പെന്ന് പറയുന്ന കർമ്മം, ആ കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വലിയ നന്മ പ്രാപിക്കുന്ന ഒരു മനസ്സുമായിട്ട്, അല്ലെങ്കിൽ ആ അർത്ഥത്തിലാണ് റമളാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇദാ ജാഅ റമളാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന
വഉഗ്ലിഖത് അബ്വാബുന്നാർ വസുഫിദത്തി ഷയാത്തീൻ. റമദാൻ ആഗതമായി കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുകയും നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുകയും പിശാചുക്കൾ ബന്ധിക്കപ്പെടുകയും ചെയ്യും. പക്ഷെ ജിന്നിലെ പിശാചുക്കൾ ബന്ധിക്കപ്പെടുക മാത്രമാണ് സംഭവിക്കുന്നത്. മനുഷ്യരിലെ പിശാചുക്കൾ അപ്പോഴും സജീവമായിട്ട് നിലവിലുണ്ടാകും. അവർ ഈ റമദാനിന്റെ പുണ്യങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. പക്ഷേ അതിൽ വീണുപോകാൻ പാടില്ല എന്നുള്ളതാണ്. റമദാൻ നമുക്ക് ശരീരത്തിന് മാത്രമാണ് നമ്മൾ പട്ടിണിക്കിടുന്നതെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എത്രയെത്ര നോമ്പുകാരാണ് അവർക്ക് നോമ്പിൽ നിന്ന് അവശേഷിക്കുന്നത് വെറും വിശപ്പും ദാഹവും മാത്രമായിരിക്കും. ഒരു അറബി കവിതയുണ്ട്, യാ ഖാദിമൽ ജിസ്മി കം തഷ്ഖാ ബിഖിദ്മതിഹി ലിതത്ലുബ الربح فيما فيه خسران أقبل على النفس فاستكمل فضائلها فأنت بالنفس لا بالجسم إنسان. യാ ഖാദിമൽ ജിസ്ം, അല്ലയോ ശരീരത്തിന്റെ സേവകനെ, കം തഷ്ഖാ ബിഖിദ്മതിഹി, ആ ശരീരത്തെ സേവിച്ചുകൊണ്ട് നീ എത്രയെത്ര ദൗർഭാഗ്യവാനായിരിക്കുന്നു. ലിതത്ലുബ الربح ഫീ മാ ഫീഹി ഖുസ്റാനു, നീ ലാഭം തേടുന്നത് നഷ്ടം സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സംഗതിയിലാണ്. അതുകൊണ്ട് അഖ്ബിൽ അലൻ നഫ്സ്, നീ നിന്റെ ആത്മാവിന് വേണ്ടി മുന്നോട്ട് വരിക. ഫസ്തക്മിൽ ഫളാഇലഹ, ആ ആത്മാവിന്റെ നന്മകളെ ശ്രേഷ്ഠതകളെ നീ പൂർത്തീകരിക്കുക. ഫഅൻത ബിൻ നഫ്സി ലാ ബിൽ ജിസ്മി ഇൻസാനു, നീ ഒരിക്കലും ശരീരം കൊണ്ടല്ല മറിച്ച് നിന്റെ ആത്മാവ് കൊണ്ടാണ് നീ യഥാർത്ഥത്തിൽ മനുഷ്യനായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ, നാം സാധാരണ ശരീരത്തിന് ഭക്ഷണം കൊടുക്കാനും ശരീരത്തെ പോഷിപ്പിക്കാനും അതിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനും ധാരാളമായിട്ട് മെനക്കെടുന്നു. പക്ഷേ അന്തിമമായി അത് നഷ്ടമാണ്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ആത്മാവ് കൂടിയുള്ള ഒരു ജീവനാണ്, ഒരു വ്യക്തിയാണ്. ആ ആത്മാവിനെ പരിപോഷിപ്പിക്കാനും ആ ആത്മാവിൻ്റെ സവിശേഷതകളെ പരിപോഷിപ്പിക്കാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം നോമ്പ് വലിയ ഒരവസരമാണ്. കാരണം നോമ്പിലൂടെ നമ്മൾ ശരിക്ക് ചെയ്യുന്നത് നമ്മുടെ ആത്മാവിന് ഭക്ഷണം കൊടുക്കുക എന്ന പണിയാണ്. ആത്മാവിൻ്റെ ശരിക്കും വാസ്തവത്തിൽ മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത് അവൻ്റെ ആത്മാവാണ്. അല്ലെങ്കിൽ ആ ആത്മാവിനുള്ള ഭക്ഷണമാണ് വാസ്തവത്തിൽ നോമ്പ്. അതുകൊണ്ടാണ് ഈ അവയവങ്ങൾക്ക് മാത്രമല്ല നോമ്പുള്ളത്, ശരീരത്തിൻ്റെ അവയവങ്ങൾക്ക് മാത്രമല്ല നോമ്പുള്ളത്, മറിച്ച് മനസ്സിനും ചിന്തയ്ക്കും നോമ്പുണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിന് പോലും നമുക്ക് നോമ്പ് ഉണ്ടാകണം. ചിന്തിക്കുന്നത് നല്ലതായിരിക്കണം. കാരണം നല്ല ചിന്തയിൽ നിന്നാണ് നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. എല്ലാ പ്രവർത്തനങ്ങളുടെയും തുടക്കം ചിന്തയാണ്. ഒരു വലിയ കുറ്റവാളി കുറ്റം ചെയ്യുന്നതിൻ്റെ തുടക്കം അയാളുടെ മനസ്സിൽ ഉരുണ്ടുകൂടുന്ന ചിന്തകളാണ്. ആ ചിന്തകൾ പിന്നീട് വാക്കുകളായിട്ടും ആ വാക്കുകൾ പ്രവർത്തനങ്ങളായിട്ടും മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചിന്തകളെ നിയന്ത്രിക്കുന്ന, നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന നോമ്പാണ് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ്. നമ്മുടെ സലഫ് സാലിഹുകൾ, ഇതിന് സത്യവിശ്വാസികളുടെ മാതൃകയായിട്ടുള്ള ആളുകൾ, അവർ റമദാനിനെ സ്വീകരിച്ചിരുന്നത് ഈ പറഞ്ഞ ഒരർത്ഥത്തിലാണ്. അവരിൽ പലരും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, അല്ലാഹുമ്മ സല്ലിം ലനാ റമദാൻ വസല്ലിംനാ ലി റമദാൻ, അല്ലാഹുവേ റമദാനിനെ നീ ഞങ്ങൾക്ക് എത്തിച്ചു തരണേ, അതുപോലെ ഞങ്ങളെ നീ റമദാനിനെ ഏൽപ്പിച്ചു കൊടുക്കണേ എന്നവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഖദ് അളല്ലനാ ഷഹ്റു റമദാൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ മാസം നല്ലൊരു തണൽ വിരിച്ചിരിക്കുന്നു. വർസുഖ്നാ സുയാമഹു വ ഖിയാമഹു, ആ മാസത്തിൽ നോമ്പനുഷ്ഠിക്കാനും രാത്രി നമസ്കരിക്കാനും നീ ഞങ്ങൾക്ക് ഉദവി നൽകണേ എന്നവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വർസുഖ്നാ ഫീഹിൽ അൽ ജിദ് വൽ ഇജ്തിഹാദ് വൽ ഖുവ്വ വൻ നഷാത്ത് വഅഇദ്നാ മിനൽ ഫിതൻ, ഞങ്ങൾക്ക് ഈ മാസം പരിശ്രമിക്കാനും ധാരാളം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നന്മകൾ തേടാനുള്ള പരിശ്രമങ്ങളിൽ മുഴുകാനുള്ള ഒരു അവസരം നീ ഞങ്ങൾക്ക് നൽകണേ, എല്ലാവിധ ഫിത്നകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്നവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷഹ്റു റമദാൻ ഷഹ്റുൻ കരീം ഫീഹി ഖൈറുൻ അളീം, റമദാൻ മാസം വളരെ മഹത്തായ ഒരു മാസമാണ്, പരിശുദ്ധമായ മാസമാണ്. അതിലൊരുപാട് നന്മകളുണ്ട്. ആ മാസത്തിൽ നമുക്ക് വേണമെങ്കിൽ പരസ്പരം അഭിനന്ദിക്കാം തീർച്ചയായിട്ടും. കാരണം ഒരു സന്താനത്തിൻ്റെ
ആഗമനം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നമ്മൾ പരസ്പരം അഭിനന്ദിക്കുന്നത് പോലെ റമദാനിൻ്റെ ആഗമനത്തിൽ പരസ്പരം അഭിനന്ദിക്കാം എന്ന് പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് സന്തോഷത്തോടുകൂടി നമ്മുടെ ഈ അതിഥിയെ സ്വീകരിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന് കുഴപ്പമില്ല, അങ്ങനെ ആശംസകൾ അറിയിക്കുന്നതിന് പ്രശ്നമില്ല എന്ന് പണ്ഡിതന്മാർ സലഫു സാലിഹികൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കിതിൻ്റെ അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആ ഗുണം, ആ പ്രതിഫലം അത് ലഭിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, റഗിമം ഫുംറിഇൻ മൻ അദ്റക റമദാന ഫലം യുഗ്ഫർ ലഹു. ഒരു മനുഷ്യൻ നശിച്ചു പോകട്ടെ, അയാൾക്ക് റമദാൻ ആഗതമായി, പക്ഷേ റമദാൻ ആഗതമായിട്ടും അയാളെ സംബന്ധിച്ചിടത്തോളം പാപങ്ങൾ പൊറുക്കപ്പെടാതെയാണ് ആ റമദാൻ അയാളെ കഴിഞ്ഞു പോയതെങ്കിൽ തീർച്ചയായും അയാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നഷ്ടമാണ്. അത് ജിബ്രീൽ അലൈഹിസ്സലാം അയാൾക്കെതിരെ പ്രാർത്ഥിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആമീൻ, ഈ പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന് പറയുകയും ചെയ്ത ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ മാസത്തെ അതിൻ്റെ എല്ലാവിധ ഗാംഭീര്യത്തോടും ഗൗരവത്തോടും കൂടി നമ്മൾ കണക്കിലെടുക്കുക. ഓരോ നിമിഷവും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയിലും അവനെക്കുറിച്ചുള്ള ചിന്തയിലും ഇതിൻ്റെ പുണ്യങ്ങൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നൊരു ഭാഗമുണ്ട്, അവരിൽ ചില, അതായത് ക്രിമിനലുകളായിട്ടുള്ള, കുറ്റവാളികളായിട്ടുള്ള, മുജ്രിമീങ്ങളായിട്ടുള്ള ആളുകൾ, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ, അവർക്ക് മരണം ആഗതമായി കഴിഞ്ഞാൽ അവർ പറയും, റബ്ബിർജിഊൻ, ഞങ്ങളുടെ നാഥ, നീ ഞങ്ങളെ തിരിച്ചു ഭൂമിയിലേക്ക് ഒന്നുകൂടി അയക്കണമേ എന്ന് പറയും, ഞങ്ങളെ ഒന്ന് മടക്കി അയക്കണമേ എന്ന് അവർ പറയും. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ബാക്കിയുള്ള സമയം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം. പക്ഷെ അള്ളാഹു പറയും, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹ, അതവൻ പറയുന്ന ഒരു വെറും വർത്തമാനം മാത്രമാണത്. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, അവർക്ക് പിന്നിൽ ഒരു ബർസഖിയായ ജീവിതം ബാക്കി കിടപ്പുണ്ട്, അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെയുള്ള ഒരു സമയം. ജീവിതത്തിൽ നാമെല്ലാം കാത്തിരിക്കുന്ന ഒരു സംഗതിയാണ് മരണം എന്ന് പറയുന്നത്. അത് അനിവാര്യമായ മരണം നമുക്ക് വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് വന്നെത്തുന്നതിന് മുമ്പ് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഇപ്പോഴാണ് അവസരം. ഈ നിമിഷമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും നന്മകളാൽ സമ്പന്നമാക്കാൻ, അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയാൽ ഈ ജീവിതത്തെ ഏറ്റവും മഹത്തരമാക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും സന്തോഷിക്കുന്ന മുഖത്തോടുകൂടി, തൃപ്തിയോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കും. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, അല്ലയോ സമാധാനം പ്രാപിച്ച ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, നിന്റെ രക്ഷിതാവിങ്കലേക്ക് നീ അവനിൽ തൃപ്തിപ്പെട്ടുകൊണ്ടും അവൻ നിന്നിൽ തൃപ്തിപ്പെട്ടുകൊണ്ടും നീ മടങ്ങുക. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി, എൻ്റെ ഉത്തമരായ ദാസന്മാരുടെ കൂട്ടത്തിൽ പ്രവേശിച്ചുകൊള്ളുക, സ്വർഗത്തിൽ പ്രവേശിച്ചുകൊള്ളുക എന്ന് പറയപ്പെടുന്ന അത്തരം ആത്മാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. ഈ റമദാൻ അതിന് നമുക്ക് കാരണമാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല റമദാനിനെ നമുക്ക് എത്തിക്കുമാറാകട്ടെ. ഇതിലെ സൽക്കർമ്മങ്ങൾ പൂർണ്ണമായി അനുഷ്ഠിക്കാൻ നമ്മെ തുണക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.